പാകിസ്ഥാനിൽ അവരുടെ രാജ്യത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ ഏറ്റവും ചിലവേറിയ ഒരു എയർപോർട്ടിൻ്റെ നിർമ്മാണം അത് പൂർത്തിയായിരിക്കുകയാണ്. ഏതാണ്ട് 430 ഏക്കറിലായി 2931 കോടി രൂപ ചിലവിലാണ് ഈ എയർപോർട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. അതും പാകിസ്ഥാനിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ പ്രവിശ്യയായ ബലൂചിസ്ഥാനിലെ ഗ്വാദറിൽ. നമുക്കറിയാം, ഏറ്റവും വലിയ പ്രവിശ്യയാണ് എങ്കിൽ പോലും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ഈ ഗ്വാദർ എയർപോർട്ട് അവിടെ നിർമ്മാണം പൂർത്തിയായെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൗതുകകരമായ കാര്യം, ആ എയർപോർട്ടിൽ നിന്ന് ഒരു വിമാനം പോലും പറന്നുയരുന്നില്ല എന്നുള്ളതും ഒരു യാത്രക്കാരൻ പോലും അവിടെ പ്രവേശിക്കുന്നില്ല എന്നുള്ളതുമാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആദ്യം ഈ ബലൂചിസ്ഥാൻ എന്താണ് എന്നുള്ളത് നോക്കാം. അതായത് പാകിസ്ഥാനിലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സമ്പന്നമായ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു പ്രവിശ്യ. പാകിസ്ഥാൻ്റെ വരുമാനത്തിൻ്റെ മുഖ്യ പങ്ക് സംഭാവന ചെയ്യുന്ന ഒരു സ്ഥലം. അവിടെ പക്ഷേ ജനസംഖ്യ ഏതാണ്ട് 80,000-ഓളം മാത്രമാണ്. ഏക്കറുകൾ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് എങ്കിൽ പോലും ജനസംഖ്യ വളരെ കുറവാണ്. ഈ എയർപോർട്ട് അത് അവിടുത്തെ ജനങ്ങളെ ഒട്ടും സന്തോഷിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊട്ടും അതുമായി ബന്ധപ്പെട്ട പ്രയോജനങ്ങൾ കിട്ടുന്നില്ല എന്നൊരു ഫീല് കൂടി അവർക്കുണ്ട്. ഈ ബലൂചിസ്ഥാൻ എന്നുള്ളത് പാകിസ്ഥാൻ്റെ വികസനത്തിൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ബലൂചിസ്ഥാൻകാരായ ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല എന്നൊരു ഫീൽ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ, കുറേ ആളുകൾ സംഘടിതരാണ്, സായുധ പ്രസ്ഥാനങ്ങൾ അവിടെ ഉണ്ട്. അവരൊക്കെ പലപ്പോഴും സർക്കാർ സംവിധാനത്തിനെതിരെ കലാപം അഴിച്ചുവിടാറുണ്ട്. അസ്വസ്ഥമായ പല മേഖലകളും ആ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. ഈ ലോക്കലായുള്ള, പ്രാദേശികമായുള്ള ആളുകൾ പ്രതിഷേധമുയർത്തുമ്പോൾ അവരെ അടിച്ചമർത്തുക ഇവിടെ സ്ഥിരമാണ് എന്ന് കേൾക്കുന്നുണ്ട്. നിരവധി ആളുകളുടെ തിരോധാനം അവിടെ ചർച്ചയിലാണ്. കലാപം നയിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധം നടക്കുന്ന ആളുകളെ പലപ്പോഴും തടങ്കലിലാക്കുന്ന ഒരു പരിപാടി കൂടി ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് പൊതുവെ ബലൂചിസ്ഥാൻ എന്നത് തങ്ങളുടെ പ്രദേശമാണെങ്കിലും അത് പാകിസ്ഥാൻ്റെ ഭാഗമാണ് എന്നുള്ളതും പാക് സർക്കാരാണ് തങ്ങളുടെ സർക്കാർ എന്നുള്ളതും അവർക്ക് പലപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല, അല്ലെങ്കിൽ അവരങ്ങനെ വിശ്വസിക്കുന്നില്ല. അവർ അതിൽ നിന്ന് പലപ്പോഴും എതിരായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ തന്നെയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ സ്ഥിരമായി ആക്രമണം നടത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. ഈ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ വളരെ നിർണായകമായ ഒരു സ്ഥലം കൂടിയാണ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഏറെ പ്രാധാന്യമുള്ള പ്രദേശത്താണ് ഈ പറഞ്ഞ ഒരു എയർപോർട്ട് സ്ഥാപിതമായിരിക്കുന്നത്. ഈ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി, ചൈന പാകിസ്ഥാൻ സാമ്പത്തിക സഹകരണം യാഥാർത്ഥ്യമാകുന്നതോടെ വലിയ ഒരു വികസന കുതിപ്പ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഏതാണ്ട് 3,60,000 കോടി രൂപയാണ് ചൈന ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ചൈനയുടെ വെസ്റ്റേൺ പ്രോവിൻസുമായും അതിനെ അറേബ്യൻ സീയുമായി, അറേബ്യൻ കടലുമായി കണക്ട് ചെയ്യുന്ന വലിയൊരു പ്രോജക്റ്റാണ് ചൈന പാകിസ്ഥാനുമായി ചേർന്ന് ആസൂത്രണം ചെയ്തത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പങ്ക് പണം ഉപയോഗിച്ചാണ് ഈ എയർപോർട്ടിൻ്റെ നിർമ്മാണം അവിടെ ചൈന പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ ആ എയർപോർട്ട് തങ്ങളുടെ ഈ മേഖലയിലെ അപ്രമാദിത്വത്തിന് വലിയ പങ്ക് വഹിക്കും എന്നുള്ള പ്രതീക്ഷ ചൈനയ്ക്കുണ്ട്. അതനുസരിച്ചാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ചൈന ഒരു രാജ്യത്ത് പണം മുടക്കുമ്പോൾ അവർക്ക് വളരെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അത് സാധിക്കാൻ എന്ത് വഴിയും അവർ തേടുകയും ചെയ്യും. അതിനുള്ള മാർഗങ്ങൾ ആ രാജ്യത്തെ പാട്ടിലാക്കിക്കൊണ്ട് അവർക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് അവർ ചെയ്യുകയും ചെയ്യും. തങ്ങളുടെ ചെറിയ ചെറിയ അയൽ രാജ്യങ്ങളെ സ്വാധീനിക്കാനായി, ഇപ്പോൾ ശ്രീലങ്കയുടെയൊക്കെ ഉദാഹരണം നമുക്കറിയാം. ചൈന ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ പണം മുടക്കുക, ആ പ്രദേശത്തിൻ്റെ വികസനം തങ്ങളാൽ സാധ്യമാകുമെന്ന് ആ രാജ്യത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതേ സ്ട്രാറ്റജിയാണ് പാകിസ്ഥാനിലും ചൈന ഉപയോഗിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രധാനമന്ത്രിയും ഒരുമിച്ച് ചേർന്നാണ് കഴിഞ്ഞ മാസം ഈ എയർപോർട്ട് ഫ്ലാഗ് ഓഫ് ചെയ്ത്, എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത്. അപ്പോൾ തന്നെ ഈ രണ്ട് പ്രധാനമന്ത്രിമാരും പങ്കുവച്ച ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ ഷെരീഫ് എന്ന് പറഞ്ഞത്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെരീഫ് എന്ന് പറഞ്ഞത്, ഈ ഗ്വാദാർ എന്ന സ്ഥലത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ലൊക്കേഷനായി ഈ എയർപോർട്ട് മാറ്റും എന്നുള്ളതാണ്. അതുമാത്രമല്ല, സെൻട്രൽ ആൻഡ് ഈസ്റ്റ് ഏഷ്യയുമായി ഒരു കണക്ടിവിറ്റി എന്നുള്ളത് പാകിസ്ഥാൻ്റെ ചിരകാല സ്വപ്നമായിരുന്നു. വെസ്റ്റ് ഏഷ്യയുമായും ഗൾഫ് രാജ്യങ്ങളുമായുമുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിലൊക്കെ ഏറെ പ്രാധാന്യമുള്ള ഒരു എയർപോർട്ടാകും ഇത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതുമാത്രമല്ല, ഇത് ഈ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെയും
നേരത്തെയുള്ള പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൻ്റെയും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വികസനത്തിൻ്റെ അവരുടെ സ്വപ്നം കണ്ട വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ലായി ഈ എയർപോർട്ട് സംവിധാനം മാറും എന്നും അദ്ദേഹം ചില സാധ്യതകൾ പങ്കുവെക്കുകയുണ്ടായി. പക്ഷേ സംഭവിച്ചതോ, ഈ എയർപോർട്ട് പ്രവർത്തനക്ഷമമായി രാജ്യത്തെ ഏറ്റവും വലിയ വ്യോമ സംവിധാനമാണ് അല്ലെങ്കിൽ എയർപോർട്ടാണ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ അവിടെ ഇതുവരെ ഒരു പ്ലെയിൻ പോലും അവിടെ നിന്ന് പറന്നുയരാൻ സാധിച്ചിട്ടില്ല. പാസഞ്ചേഴ്സായി ആരും ആ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നില്ല. അതിന് പലവിധ കാരണങ്ങളുണ്ട്. ഈ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട കലാപത്തിന് ഏതാണ്ട് 50 വർഷത്തെ ഒരു ചരിത്രമുണ്ട്. ഇപ്പോഴും ആ കലാപം അവിടെ തുടരുകയുമാണ്. വല്ലാത്തൊരു മേഖലയാണ് ഇവിടെ. പാക് സൈന്യത്തിൻ്റെ ശ്രദ്ധയുണ്ട് എങ്കിൽ പോലും ഈ 80,000 ആളുകൾ മാത്രമാണ് താമസിക്കുന്നതെങ്കിൽ പോലും ഇവരെ സഹായിക്കാനായി ഒരു ലിബറേഷൻ ബലൂചിസ്ഥാൻ എന്ന പേരിലുള്ള സംഘടനയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തം രാജ്യമായി നിൽക്കണം എന്ന ആഗ്രഹമുള്ള പ്രദേശമാണ്. അവരുടെ വിഭവസമൃദ്ധം ആയ അവരുടെ പ്രദേശത്തെ സമ്പത്തിനെ കൊള്ളയടിക്കുന്നു എന്ന ഫീൽ, തങ്ങൾക്ക് പ്രയോജനമില്ലാത്ത വിധത്തിൽ കൊള്ളയടിക്കുന്നു എന്ന ഫീൽ അവർക്ക് വല്ലാതെ ഉണ്ട് താനും. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഈ എയർപോർട്ടിൻ്റെ നിർമ്മാണത്തിലും മറ്റും അവിടുത്തെ പ്രദേശവാസികളെ ചൈനയോ പാകിസ്ഥാനോ സഹകരിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഈ ചൈനക്കാരായ ജോലിക്കാരാണ് ഏറ്റവും കൂടുതലായി അവിടെ എയർപോർട്ട് നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നത്. ഒപ്പം പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ സഹായം വലിയ തോതിൽ അവിടെ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ സൈന്യം കാവൽ നിൽക്കുന്നു. ചൈനയുടെ ജോലിക്കാർ, ചൈനീസ് പൗരന്മാരായ ജോലിക്കാർ അവരുടെ നിർമ്മാണം നടത്തുന്നു എന്നുള്ളതാണ്. അവിടെ അവർക്ക് ഈ പ്രദേശവാസികളായ ബലൂചിസ്ഥാൻകാർക്ക് യാതൊരു പങ്കാളിത്തവും ഈ എയർപോർട്ട് നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന വലിയൊരു പരാതിയും പരിഭവവും അവർ പങ്കുവെക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും അവർ പങ്കുവെക്കുകയോ അല്ലെങ്കിൽ ഇത് ഉയർത്തുകയോ മറ്റോ ചെയ്താൽ അവരെ അടിച്ചമർത്തുക, അവരെ തടവിൽ വെക്കുക, അവരെ പലരെയും കാണാതാവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്നത് കൊണ്ട് ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ടും അവർ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അവിടെയും തടവ് ശിക്ഷയും ഒക്കെ അനുഭവപ്പെട്ട് നിരവധി ബലൂചിസ്ഥാൻകാർ ഉണ്ട് എന്ന പരാതിയും ഉയരുന്നു. മറ്റു പ്രധാന വിഷയം വലിയ വരൾച്ച അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഗ്വാദർ എന്ന് പറയുന്നത്, ബലൂചിസ്ഥാനിലെ ഈ ഗ്വാദർ എന്ന് പറയുന്നത്. ഇത്തവണയും വലിയ വരൾച്ചയിലേക്ക് ആ പ്രദേശം പോകുന്നുണ്ട്. പക്ഷേ വലിയ കെടുതികൾ അനുഭവിച്ചിട്ടും സർക്കാർ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. മറ്റൊരു പ്രധാന പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നത് തൊഴിലില്ലായ്മയാണ്. ഇവിടുത്തെ പ്രധാന ആളുകൾക്കൊന്നും, ഒരു ഭൂരിഭാഗം ജനങ്ങൾക്കും തൊഴിലില്ല എന്നുള്ളത് ഇവരെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട്. ഈ ഗവൺമെൻറ് 2000 ലോക്കൽ ജോലികൾ, അതായത് 2000 ആളുകൾക്ക് അവിടെ ജോലി നൽകും എന്ന പ്രഖ്യാപനമൊക്കെ ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു എങ്കിൽ പോലും അത് യാഥാർത്ഥ്യമായില്ല എന്നുള്ള പരാതി ഉയർത്തുകയാണ് അവർ. ഇതിനകത്ത് മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, പാകിസ്ഥാനോ ഗ്വാദറിനോ വേണ്ടിയുള്ള എയർപോർട്ടല്ല ഇത് എന്ന വാദം ഇവർ സ്ഥിരമായി ഉന്നയിക്കുന്നുണ്ട്. ഇത് ചൈനയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒന്നാണെന്നും തങ്ങളുടെ പ്രദേശത്ത് ചൈനീസ് അധിനിവേശമാണ് എന്നുള്ള പരാതിയും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളതും പ്രധാനമാണ്. മറ്റൊരു പ്രധാന പ്രശ്നം, ഈ ഗ്വാദർ എയർപോർട്ടിന് വൈദ്യുതിക്കുള്ള സംവിധാനങ്ങൾ പരിമിതമാണ്. വൈദ്യുതി അവർക്ക് പ്രാദേശികമായി ലഭ്യമല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇവിടെ ഇവർക്കുള്ള വൈദ്യുതി ലഭിക്കുന്നത് ഇറാനിൽ നിന്നോ, തൊട്ടടുത്തുള്ള ഇറാനിൽ നിന്നോ, അല്ലെങ്കിൽ സോളാർ പ്ലാന്റ്സ് ഉപയോഗിച്ചൊക്കെയാണ്. അതൊക്കെ വളരെ പരിമിതമാണ്. സോളാർ വൈദ്യുതി വളരെ പരിമിതമാണ്. ഇറാനാണ് അവരുടെ ഏറ്റവും വലിയ സോഴ്സ് വൈദ്യുതിയുടെ. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ അത്തരം പവർ പ്ലാന്റ്, ഒരു 300 മെഗാവാട്ടിൻ്റെ പവർ പ്ലാന്റിനുള്ള അനുവാദമൊക്കെ ഇനി ലഭിക്കേണ്ടതുണ്ട്. ഇതുവരെ സർക്കാർ പച്ചക്കൊടി വീശിയിട്ടില്ല എന്നുള്ളത് ഈ എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. അങ്ങനെ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് പാകിസ്ഥാൻ തങ്ങളുടെ അഭിമാനമായി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഗ്വാദർ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നത്. അതായത് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒപ്പം പ്രാദേശികമായി വലിയ എതിർപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നത്, ചൈനീസ് അധിനിവേശം എന്നുള്ള ലോക്കൽ പീപ്പിൾസിൻ്റെ ഒരു വല്ലാത്ത ഉള്ളിലുള്ള വല്ലാത്ത ഒരു മനോഭാവം, ഒപ്പം ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ എയർപോർട്ട് ഏറ്റവും വലിയ എയർപോർട്ടായിട്ടും ഒരുപാട് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു എയർപോർട്ടായിട്ടും അത് അവരുദ്ദേശിക്കുന്ന തലത്തിലുള്ള ഫലം ഇതുവരെ ഉണ്ടാകുന്നില്ല ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഒരു ഗതികേട്.